ഗൈസ്, ഞാൻ ഇന്ന് നമ്മുടെ പിയാനോയില് ഗാഗുൽത്തമല എന്ന ക്രിസ്ത്യൻ സോങ് ആണ് വായിക്കാൻ പോകുന്നത്. പിന്നെ ആ പാട്ടിൽ ഞാൻ മ്യൂസിക് ചെയ്യുന്നില്ല, കാരണം ഞാൻ 1ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ഈ ഓർഗൻ പഠിക്കാൻ പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ 2 കൈ കൊണ്ട് വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഒരു കൈ കൊണ്ട് നമുക്ക് ഈ ഗാഗുൽത്തമല ഒന്ന് വായിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കാസിയോന്റെ ഒരു ഓർഗനാണ്. കാസിയോന്റെ ഈ ഓർഗൻ മിക്ക ബിഗിനേഴ്സും യൂസ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. ഇത് ഏകദേശം 1ാം ക്ലാസ്സിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന് ഏകദേശം ഞാൻ ഒരു തവണ അങ്ങോട്ട് റെഡിയാക്കി കൊടുത്താൽ താഴെ വീണ എൻ്റെ കയ്യിൽ നിന്ന് ചെറുപ്പത്തിൽ അങ്ങോട്ട്. ഓക്കെ, അപ്പം അങ്ങനെ മാറ്റി അങ്ങനെ ഒരു പണി വന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഈ ഓർഗന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ എത്തി. ഇപ്പം ഞാൻ 1ൽ നിന്ന് വാങ്ങി ഓർഗൻ. ഇത് ഇപ്പോൾ 8 വർഷം ഈ ഓർഗൻ. സോ ഞാൻ 1ാം ക്ലാസ്സിൽ മാത്രമേ പഠിക്കാൻ പോയിട്ടുള്ളൂ. പിന്നെ എൻ്റെ അന്യൻ ഇതുകൊണ്ടാണ് പഠിക്കാൻ പോയത്. പിന്നെ ഞാൻ യൂട്യൂബിൽ പഠിക്കായിരുന്നു. പിന്നെ ഈ ഓർഗൻ ഏകദേശം 3000 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാഗും കിട്ടും കേട്ടോ. ഞാൻ വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്കൊരു ബോക്സ് കിട്ടിയായിരുന്നു, പെൻസിൽ ബോക്സ്. ഇപ്പം അങ്ങനെ കിട്ടില്ല. ഞാൻ ഇത് സ്കൂളിൽ നിന്ന് വാങ്ങിയതാണ്. പുറത്ത് എങ്ങനെ പ്രൈസ് എന്ന് അറിയില്ല. ഞാൻ സ്കൂളിൽ നിന്ന് വാങ്ങിയപ്പോൾ ഏകദേശം ഒരു 3000 രൂപയാണ്. ഇപ്പം പുറത്ത് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ സ്കൂളിൽ നിന്ന് വാങ്ങിയപ്പോൾ 3000 രൂപയാണ്. ഗൈസ്, പിന്നെ ഈ ഓർഗനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെയാണ് ഇത് ഓണാക്കുന്ന സ്വിച്ച്, ഇത് വോളിയം. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഈ ബാറ്ററി ഇടാനുള്ള സംഭവം വരുന്നത്. ഇത് ജസ്റ്റ് വലിച്ചു പൊക്കിയാൽ ഇവിടെ ബാറ്ററി ഇടാം. 6 ബാറ്ററിയാണ് നമുക്ക് ഇതിൽ വേണ്ടത് ഓണാവാൻ. ഓക്കെ, നമ്മുടെ സാധാ ബാറ്ററി മതി. പിന്നെ ഇതിനെ കൂടെ നമുക്ക് കേബിളും കിട്ടും കേട്ടോ. ഇതാണ് അതിൻ്റെ കേബിള്. ഓക്കെ, ഈ ഓർഗനിൽ കണക്ട് ആക്കുന്ന ഭാഗം ഇത്രയാട്ടോ. ഇത് ഇവിടെ ഒരു സാധനമുണ്ട്, ഇതാ ഈ ഹോളാണ് കേട്ടോ കുത്തേണ്ടത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഓർഗൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതേ വലിയ ഓർഗൻ വാങ്ങുന്നതിന് പകരം ഇങ്ങനത്തെ ചെറിയ ഓർഗൻ വാങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പം ഞാൻ 1ാം ക്ലാസ് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പോയിട്ടുള്ളൂ. അത് കാരണമാണ് ഞാൻ ഒരു ഹാൻഡ് ഉപയോഗിച്ച് മാത്രം വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് നല്ലോണം പഠിച്ച് 2 കൈ കൊണ്ട് വായിക്കണമെന്നുണ്ട്. സാധാരണ നമ്മൾ ലെഫ്റ്റ് കൈ കൊണ്ട് മ്യൂസിക്കും റൈറ്റ് കൈയിൽ സോങ്ങുമാണ് ഇടുക. ഇപ്പം ഞാൻ സോങ് മാത്രമേ ഇടുന്നുള്ളൂ, കാരണം മ്യൂസിക് എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ അതും ഞാൻ ഇവിടെ തന്നെ വായിച്ചത്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കേൾപ്പിച്ചു തരാം. ഇതിൽ കുറേ മോഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിത് അറ്റം കണക്ട് ചെയ്യുകയാണ്. ഇതിപ്പോൾ 8 വർഷം കണ്ടായിട്ടോ ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ എന്നിട്ട് ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇത് വരുന്നത് ഹാർമോണിയം പിന്നെ പിയാനോ, ഇങ്ങനെ 2 മൂടാണ്. ഇതിപ്പം പിയാനോയിലാണ് കിടക്കുന്നത്. ഈ പിയാനോയിൽ നിന്ന് ഹാർമോണിയത്തിലേക്ക് മാറ്റണമെങ്കിൽ എവിടെയുള്ള ഒരു സ്വിച്ച് നിൽക്കുക. ഇതാ ഹാർമോണിയം ആയിട്ടുണ്ട്. ഹാർമോണിയം. പിന്നെ ഇവിടെ നമുക്ക് കുറേ നമ്പേഴ്സ് ഇല്ല. അത് എന്തിനാന്ന് വെച്ചാൽ സൗണ്ട് മാറ്റാനാണ്. ഉണ്ടോ, കുറേ മോഡ്സ് നമുക്ക് വരുന്നുണ്ട്. ഇത് പിന്നെ നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഇത് നമ്മുടെ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സാധനം. ഇത് നമ്മൾ ഇടുക, എന്നിട്ട് ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ളത് നിൽക്കുക.
ആണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ച സമയത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വെക്കും, എന്നിട്ട് ഇവിടെ കണ്ടോ ഈ 4 ഫുള്ളാകുമ്പോൾ വായിക്കും. ഇപ്പം നോക്കിയോ, അങ്ങനെ ഞാൻ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഓർഗൻ നമുക്ക് ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഏത് ഷോപ്പിലാണെങ്കിൽ കിട്ടും നമ്മുടെ ഈ പിയാനോൻ്റെ. കാരണം മെയിൻലി മിക്ക സ്കൂളിലും പിയാനോ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പിയാനോ എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.